ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താണ് അവൾക്ക് ഇവിടെ പരിപാടി? അണ്ണ അവളിവിടെ ലോട്ടറി കച്ചവടം തുടങ്ങി. ഇന്നേ തുടക്കമാണ്. അവൾ അങ്ങനെ ഈ നാട്ടിൽ കച്ചവടം ചെയ്യണ്ട. നമ്മുടെ കൊച്ചിന്റെ കച്ചവടം തുടങ്ങുവല്ലേ? അതെ. ജോസേട്ടാ, ഇന്ന് നമ്മുടെ അനിയൻ സാറ് വരും. നിന്നോടാരാ പറഞ്ഞേ? കൃഷ്ണമൂർത്തി, അനിയൻ സാറിന്റെ കാര്യസ്ഥനാ. ആളെ കൂട്ടാൻ പോയിരിക്കുക. ജോസേട്ടാ, അനിയൻ സാർ വരുമ്പോ നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? പിന്നെ അല്ലാതെ, അനിയൻ സാറേ ഒരു ആഘോഷല്ലേ? അനിയൻ സാർ ഇവിടെ ഇല്ലാതിരുന്നപ്പോ ഇവിടെ കിടന്ന വിലസിയവന്മാരില്ലേ, നമ്മളെക്കാൾ അവന്മാരല്ലേ അറിയേണ്ടത്. ശരിയാ. അനിയൻ സാർ ഈ നാട്ടിലുണ്ടെങ്കിലേ ആരുടെയും കളി നടക്കില്ല. വന്ന ആദ്യം അവന്മാരുടെ ആപ്പീസ് കൂട്ടും. നീ വേടാ. ഇതാരേ അനിയൻ സാറ്? MLA യോ മന്ത്രിയോ അങ്ങനെ വല്ലതും ആണോ? ഏയ്, അതൊന്നുമല്ല. പിന്നെ ഇയാൾ എവിടുന്നാ വരുന്നേ? ജയിലിന്ന്. ജയിലിന്നോ? അനിയൻ സാറ് ശിക്ഷ കഴിഞ്ഞു വരുക. എന്തു കുറ്റം? കൊലപാതകം. എന്താ വട്ടാണോ? ഒരാള് കൊലപാതകത്തിന്റെ ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നതിന് ഇത്രയും വലിയ സംസാരിക്കുക എന്തിനാ? ഇതൊക്കെ എന്തിനാ ആഘോഷിക്കുന്നേ? അതെ, അനിയൻ സാറിനെ കുറിച്ച് നിനക്ക് അറിയാഞ്ഞിട്ട്. ഈ നാട്ടുകാരെ സംബന്ധിച്ച് അവര് മനസ്സറിഞ്ഞ് കൈകൂപ്പുന്നത് രണ്ടുപേരുടെ മുമ്പില്. ഒന്ന് ദൈവത്തിന്റെ, പിന്നൊന്ന് അനിയൻ സാറിന്റെ മുമ്പിൽ. അത്രയ്ക്ക് പ്രിയപ്പെട്ട ആളാ അനിയൻ സാർ ഈ നാട്ടുകാർക്ക്. പിന്നെ അനിയൻ സാറ് ജയിലിൽ പോകുമ്പോ ഞാൻ ചെറുതാ. അന്നൊരു 1-2 വട്ടം കണ്ടിട്ടുണ്ട്. എന്തൊരു സ്നേഹാന്നറിയോ? വിശക്കുന്നവരെ കണ്ട ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും, കരയുന്നവരെ കണ്ട കാര്യം അന്വേഷിക്കും, എന്നിട്ട് അത് പരിഹരിക്കും. പിന്നെ കുടുംബ പ്രശ്നമാവട്ടെ, നാട്ടിലെ പ്രശ്നമാവട്ടെ, അനിയൻ സാർ ഇടപെട്ട് പരിഹരിക്കാത്ത ഒരു സംഭവവും ഇല്ല. ആ പിന്നെ നിനക്കറിയോ, ഈ നാട്ടിലെ ആൾക്കാര് ജാതി മതം എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിട്ടുണ്ടെങ്കിലേ അത് അനിയൻ സാറ് പോയതിനു ശേഷം. അതുവരെ എല്ലാരും ഒറ്റ മനസ്സായിരുന്നു. കൊള്ളാലോ കക്ഷി. എന്നിട്ട് എന്തിനാ കൊലപാതകം ചെയ്തേ? അതെ, സാറിനെ ചതിച്ചതാ. അനിയൻ സാർ ഒരാളെ കൊന്നു പറഞ്ഞാ നാട്ടുകാരൊന്നും വിശ്വസിക്കത്തില്ല. എല്ലാവരുടെയും സന്തോഷം കണ്ടില്ലേ? പിന്നെ നീ കച്ചവടം തുടങ്ങുന്ന ദിവസം കൊള്ളാം. അനിയൻ സാർ വരുന്ന അതേ ദിവസം. സർ, വരൂ, ഇരിക്കും. ഇവിടെ നിന്നൊരാൾ പുറത്തിറങ്ങുമ്പോ മനസ്സ് വേദനിക്കുന്നത് അപൂർവ. ആ അപൂർവത സാറിന്റെ കാര്യത്തിലുണ്ട്. താങ്ക് യു സർ. പുറം ലോകത്തെ കാര്യങ്ങൾ ആലോചിച്ച് പലപ്പോഴും മനസ്സ് വേദനിച്ചപ്പോ നിങ്ങളൊക്കെ ആയിരുന്നു എന്നെ ആശ്വസിപ്പിച്ചത്. അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു സെല്ലിനകത്ത് നീണ്ട വർഷങ്ങളുടെ പ്രാരാബ്ധം ചുവന്ന് നടക്കുന്ന ഒരാളായി പോയനെ ഞാൻ. സ്റ്റിൽ ഐ റിമെമ്പർ. താങ്കൾ ഇങ്ങോട്ട് വന്നു കയറുമ്പോ ഞാനന്ന് ഡെപ്യൂട്ടിയാ. അന്നത്തെ ശ്രീനിവാസ് തന്നെയാ ഇപ്പോഴും എന്റെ മുന്നിൽ. പോകുന്നതില് സങ്കടമുണ്ട്, പക്ഷേ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരരുത്. താങ്ക് യു സർ.
കടമകളും കടപ്പാടുകളും ഒരുപാടുണ്ട് പുറത്ത്. പോട്ടെ. സാറേ, എന്താടോ മൂർത്തി? ഞാൻ എന്താ പറയാ സാറേ, 10-13 വർഷം മുൻപ് ഇതുപോലൊരിക്കൽ വണ്ടിയും കൊണ്ടുവന്ന് കാത്തു നിന്നതാ. അന്ന് തിരിച്ചു പോകുമ്പോ സാറ് കൂടെ ഉണ്ടാവുമെന്ന് കരുതി. എന്നെ തളച്ചവർക്ക് മതിയായിട്ടുണ്ടായിരുന്നില്ല മൂർത്തി. പിന്നെയും കിട്ടി ഒരു 7 വർഷം. ആരാ സാറേ ഈ ചതിയെ കാണിക്കുന്നേ? എന്തിനാ അവര് സാറിനോട് ഇങ്ങനെ കാണിക്കുന്നേ? എല്ലാം നമുക്ക് ആലോചിക്കാം മൂർത്തി. കഴിഞ്ഞുപോയ കുറെ വർഷങ്ങൾ കലണ്ടറിൽ എന്ന പോലെ എന്റെ മനസ്സിൽ കിടന്ന് തിളച്ചു മറിയുന്നുണ്ട്. നാട്ടിലേക്ക് ചെല്ലുമ്പോ കൊലപാതകയായ അനിയൻ സാറിനെ കൂകി വിളിക്കാൻ നിൽപ്പുണ്ടോ ആളുകള്? അവരുടെ ദൈവമല്ലേ സാറ്, അവരങ്ങനെ ചെയ്യൂ സാറേ? ഒരു ദിവസം പോലും ഒരാള് പോലും സാറിനെ കുറിച്ച് തിരക്കാതിരിക്കില്ല. എല്ലാവർക്കും സങ്കടം മാത്രമുള്ളൂ സാറേ, സാറ് പെട്ടുപോയതില്. എങ്കിൽ നമുക്ക് പോയാലോ? ശരി. സ്വാതന്ത്ര്യത്തിന്റെ മണം. ഓടോ. എന്താടാ അവൾക്ക് ഇവിടെ പരിപാടി? അണ്ണാ അവളിവിടെ ലോട്ടറി കച്ചവടം തുടങ്ങി. ഇന്നേ തുടക്കമാണ്. അവൾ അങ്ങനെ ഈ നാട്ടിൽ കച്ചവടം ചെയ്യണ്ട. നീ നീ ആരടി വരാൻ? കയ്യിൽ നിക്കണില്ലല്ലോ. തനിക്ക് എന്താണോ വേണ്ടത്? സെൽവനോട് സാധാരണ ഈ ചോദ്യം ആരും ചോദിക്കാറില്ല. എനിക്ക് നിന്നെയാണേ വേണ്ടത്. എന്തേ പോയാലോ? ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് നടക്കടി. നീ നാട്ടുകാരുടെ മുമ്പിലിട്ട് സെൽവനെ തല്ലിയല്ലടി. എന്നിട്ട് നിനക്ക് കച്ചവടം നടത്തണടി. നിന്റെ കച്ചവടം ഞാൻ നിർത്തി തരാണി. കച്ചവടം സെൽവന്റെ മുഖത്തടിച്ചൊരുത്തി. അങ്ങനെ ഈ നാട്ടിൽ കച്ചവടം ചെയ്യണ്ട. ഇതെന്നല്ല, ഒരു കച്ചവടം നീ ചെയ്യണ്ട. എഴുന്നേക്കൂടി ഇങ്ങോട്ട്, പൊന്നാര മോളെ.